ഒട്ടും ബുദ്ധിയില്ലാത്തൊരു ബ്രീഡാണ്. ഈ വാടി എന്ത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവരെന്തിനത്ര കഷ്ടപ്പെട്ടിട്ട് ലോക്കിനെ വാങ്ങിയെന്നല്ലേ? நான் விழுந்தேன்னா என்ன யாரு பிடிக்கிறது? என்ன இல்ல புரியல எனக்கு. നോക്കി போச்சுடா தண்ணியில போயிட்டாடா. പോളണ്ടിൽ ജനിച്ചിട്ട് ഇന്ത്യൻ ശീലങ്ങൾ പ്രായോഗികമാക്കിയ ഒരു അമേരിക്കൻ ലാബ്രഡോറിനായിട്ട് വാക്കിംഗ് പോകുന്ന ഒരു വ്ളോഗാണിത്. 4 വയസ്സായെങ്കിലും ഒട്ടും ബുദ്ധിയില്ലാത്തൊരു ബ്രീഡാണ്. ഇതിനി പിന്നെ എൻ്റെ കൂടെ നടന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിന് കുറച്ച് മെന്റലുണ്ട്. ആളൊരിക്കലും നേരെ നടക്കില്ല. അതാണ് ലോക്കിയുടെ പ്രത്യേകത. കണ്ടട്ടാ, ഇപ്പോൾ ലെഫ്റ്റ് പോയി, ഇനി റൈറ്റ് പോകും, ഇനി ലെഫ്റ്റ് പോകും. റൈറ്റിൽ തന്നെ പോയി. നേരെ പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇനി ഞങ്ങൾ ലെഫ്റ്റ് പോകും. അവിടെ നിന്നു. ഈ വാടി എന്ത് ചെറിയൊരു പാടത്തിൻ്റെ അടുത്തുള്ള തോടൊക്കെ പോലത്തെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. ആൾക്കാർ മീൻ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. ആളില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കാണിച്ചു തരാം, അല്ലെങ്കിൽ മേലെ നിന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിനായിട്ട് അവിടെ എത്തണം എന്നുള്ളതാണ് ടാസ്ക്. നടക്കണണ്ട സാർ? ഹലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരട്ടാ. നിങ്ങളുടെ ഡോഗ് ഭയങ്കര പുള്ളിങ് ആണെങ്കിൽ, ബുദ്ധിയുള്ള ഡോഗുകളൊക്കെ ആണെങ്കിൽ തിരിച്ചു വരും, എന്നിട്ട് നമ്മളിവിടെ നടക്കും. അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ്ട. ഇപ്പം ഞാനിവിടെ നിന്നു, ഇപ്പം മാക്സിമമായി പുള്ള് ചെയ്തു. വരുന്നുണ്ടെന്ന് വെച്ചാൽ ഫുള്ള് വരില്ല, അത് എൻ്റെ ലോക്ക് ചെയ്യാണ്ടാണ്. വേറെ വല്ല നല്ല ഡോഗാണെങ്കിൽ തിരിച്ചു വരും. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് 2 വലി, അപ്പോൾ നിൽക്കും. ഇത് ഓൺലി ആപ്ലിക്കബിൾ സംടൈംസ്. അതെ, വേറെ നായ് വേറെ ഡിസ്ട്രാക്ഷൻ ഏതാച്ചും இருந்தா ഇതെല്ലാം നടക്കാതെ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവരെന്തിനത്ര കഷ്ടപ്പെട്ടിട്ട് ലോക്കിനെ വാങ്ങിയെന്നല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി ലോക്കില്ലാതെ ഞങ്ങൾക്കൊരു ജീവിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇവളിങ്ങനെയൊന്നും അല്ല കേട്ടോ. വീട്ടിൽ പരമ പാവാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. കുട്ട ഈ ഒരു കുതിരേനെ എടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കുതിരേമ പോവാ, എന്നിട്ട് ഓഫീസിലേക്ക് കുതിരേം പോയിക്കോ. എന്താ പറയുന്നത്, ഇവിടെ 2, 4, 3 കുതിരണ്ട്. വേണമെങ്കിൽ നമുക്ക് ഡീലാക്കാം. ആ പുല്ലിലൊക്കെ കയറി തല മുക്കിയിട്ട് എന്താണ് തലയിലെന്തേ നാട്ടിലേക്ക് വൈകിട്ട് இல்ல இதுல நீ இறங்குவ உன் பட்டி கூட. நான் விழுந்தேன்னா என்ன யாரு பிடிக்கிறது? எப்படியோ கீழே இறங்கி வந்துட்டேன். Wow, the view. വെറുപ്പിച്ചല്ലേ നമ്മള് ട്രക്കിംഗ് ഒക്കെ പിടിക്കണം. அதுக்கு என் உயிரையா பணைய வைக்கணும்? This is so pretty, guys. Oh my god. அவ்வளோ விட வெயிட் பண்றா. அங்க யாரோ ட்ரோன் எல்லாம் விடுறாங்க. மீன் മെയിനായിട്ട് നമ്മൾ പുറത്ത് ഏതെങ്കിലും ആഴ്ചയിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഹലോ லோக்கி என்ன இல்ல புரியல எனக்கு. നോക്കി എന്തായാലും கொஞ்சம் അഡ്വഞ്ചേഴ്സ് ഒക്കെ കാണിക്കും. போச்சுடா தண்ணியில போயிட்டாடா. தண்ணியில போயிட்டாடா. இப்போளுக்கு தெரியுது ഇവിടെ எல்லாத்தையும் கடல்ல பட்டில காணல. இல்ல அவளுக்கு எப்படி வர்றதுன்னு தெரியும். இதோ അതെ ഇത്രയൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വാ സമയം
എന്ത് കാര്യത്തിലാണ് അങ്ങോട്ട് മേലെ കയറി പോയത്? ഹലോ, ഓടിക്കോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊരു അടിപൊളി ഫ്രെയിമാണല്ലോ, ഇവർക്ക് എങ്ങനെ സെറ്റായത്. പക്ഷെ ഇത് നമ്മൾ വലിയ എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ വലിച്ചിട്ടപ്പോൾ ഞാൻ വീണപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം ഇവിടെ സെറ്റായതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾ എല്ലാ വീക്കിലും ഇടുന്നതായിരിക്കും. വെറൈറ്റി എന്തെങ്കിലും പരിപാടികൾ, ഒരുപാട് വെറൈറ്റി പറയരുത്, അല്ല ചെറിയ വെറൈറ്റി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പിടിക്കാം. കുറച്ച് ഫണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് നോർമൽ കാര്യങ്ങൾ വേറെ ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് ചെയ്യണ ഒരു പേജ് ആക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ. ഇരിക്കുമോ ഒന്ന്? ഭാഗ്യം. ലൈ ഡൗൺ. ഇത് പറ. ശരി, നല്ല മഴ വരുന്നുണ്ട്, ഞങ്ങൾ പോട്ടെ. ബായ്.